ഭഗവദ്ഗീത ശ്രീകൃഷ്ണോപദേശഗീത ആദ്യ പദം മുതൽ ധർമ്മത്തിലൂന്നിയ വേദവ്യാസ കവിത. ഹരി ഓം. ഭഗവത്ഗീതയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേദവ്യാസ കവിത. ഭഗവത്ഗീത ജീവിത വിജയ മന്ത്രം. ഓരോ വ്യക്തിയും ഈ ഭൂമിയിൽ ജീവിക്കുന്നത് പരാജിതരായി ജീവിക്കാനല്ല. പരാജയം എന്നത് ഓരോരുത്തരുടെയും മാനസികാവസ്ഥയെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു. അതെപ്പോഴും നാം ഓർക്കണം. ആസ് യുവർ മൈൻഡ് സോ യുവർ ലൈഫ്. ഇത് നമ്മളൊരു മന്ത്രം പോലെ കൊണ്ടു നടക്കണം. അപ്പോൾ ഓരോരുത്തരുടെയും മാനസികാവസ്ഥയാണ് ഓരോരുത്തരുടെയും ജീവിതം എങ്ങനെയാവണം എന്ന് നിശ്ചയിക്കുന്നത്. എന്നാൽ ഈ മാനസികാവസ്ഥയെ തിരിച്ചറിയൽ വളരെ പ്രയാസമാണ്. അതാണ് ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരിതം എന്ന് പറയുന്നത്. പലരും അവരുടെ മാനസികാവസ്ഥ അറിയുന്നില്ല. മറിച്ച് അവർ ആ മനോവികാരങ്ങൾക്കനുസരിച്ച് അങ്ങനെ ഒഴുകിപ്പോവുകയാണ്. മനസ്സിൻ്റെ വികാരങ്ങളെ തിരിച്ചറിയാനോ അത് ആവശ്യമുള്ളതോ ആവശ്യമില്ലാത്തതോ എന്നൊന്നും മനസ്സിലാക്കാനോ ശ്രമിക്കാതെ നാം വികാരങ്ങൾക്കനുസരിച്ച് അങ്ങനെ പോകുമ്പോൾ അത് പലപ്പോഴും നമ്മളിലുണ്ടാകുന്ന സ്വഭാവ വൈദുഷ്യങ്ങൾ മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ വരുമ്പോൾ അവിടെയാണ് സംഘർഷങ്ങളും പ്രശ്നങ്ങളും രൂപപ്പെടുന്നത്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാവില്ല നമ്മൾ എന്ത് തെറ്റാ ചെയ്തത്. നമ്മൾ ചോദിക്കും ഞാൻ എന്ത് തെറ്റാ ചെയ്തത്. പക്ഷെ അത് മറ്റുള്ളവർ മനസ്സിലാക്കുന്നത് നമ്മൾ ഉത്തരവാദിത്വമില്ലായ്മയാണ്, ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നൊന്നും നമ്മളോട് പറഞ്ഞാൽ പോലും നമുക്ക് മനസ്സിലാവില്ല. ഇവിടെയാണ് പലപ്പോഴും ഈ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയില്ലേ, ആളുകൾക്ക് പരസ്പരം മനസ്സിലാവാൻ പറ്റായി. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് എനിക്ക് യുവാക്കളോട് പറയാനുള്ളത്, കോളേജുകളിൽ പഠിക്കുമ്പോൾ പലപ്പോഴും പല സ്നേഹബന്ധങ്ങളും രൂപപ്പെടും. ആ സ്നേഹബന്ധങ്ങൾ പിന്നീട് കൊണ്ടു നടക്കുമ്പോൾ, വിവാഹത്തിനൊക്കെ ശേഷം അത്തരം സ്നേഹബന്ധങ്ങൾ കൊണ്ടു നടക്കുമ്പോൾ അത് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടും. ഇപ്പോൾ ഒരു പെൺകുട്ടി ഒരു പയ്യനെ സ്നേഹം എന്ന് പറഞ്ഞാൽ കോളേജിലുള്ള ബന്ധം, പക്ഷേ അത് പിൽക്കാലത്ത് ആ ബന്ധങ്ങൾ തുടരുമ്പോൾ അത് ഭാര്യാഭർത്തൃ ബന്ധത്തെ വളരെയധികം സ്വാധീനിക്കും. കാരണം ഈ സ്നേഹബന്ധങ്ങളൊക്കെ എന്തിനാണ് നിനക്കിപ്പോൾ ആവശ്യം? നിൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഞാനുണ്ടല്ലോ, നിനക്കെല്ലാം വേണ്ടത് വാങ്ങിച്ചു തരുന്നുണ്ടല്ലോ, എവിടെയും ഞാൻ കൊണ്ടുപോകുന്നുണ്ടല്ലോ, ഇപ്പോഴെന്തിനാണ് ആ സ്നേഹബന്ധങ്ങൾ? അത് പലപ്പോഴും തിരിച്ചറിയാൻ സാധിക്കാതെ പോകുമ്പോൾ ഈ കാര്യങ്ങൾ കുടുംബങ്ങളിൽ ഉണ്ടാക്കുന്ന സംഘർഷങ്ങളും പ്രശ്നങ്ങളും ഇന്ന് വളരെ കൂടുതലാണ്. മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥ ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ കൂടി വരികയാണ്. അപ്പം അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ടുണ്ടാക്കുന്ന ഒരു സ്നേഹബന്ധം പിന്നീടും അങ്ങനെ ഒഴുകിപ്പോകുമ്പോൾ ഇതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. അപ്പോൾ ഇവിടെയാണ് ഗീതാ പഠനത്തിൻ്റെ ആവശ്യകത. ഭഗവത്ഗീത ഇവിടെയൊക്കെയാണ് നമ്മൾ സഹായിക്കുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന പല പ്രശ്നങ്ങളെയും നമുക്ക് തന്നെ പരിഹരിക്കാൻ സാധിക്കുക. അത് ആദ്യം നമ്മൾ അറിയണം, നമ്മുടെ ഭാഗത്തുനിന്ന് എന്ത് പ്രശ്നമാണ് ഉണ്ടായത്. ഞാൻ പറയില്ല, ഇതൊരു വലിയ സങ്കീർണത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ആളുകൾ മനസ്സിലാക്കുന്നില്ല അവരുടെ ഭാഗത്തുനിന്ന് അവരുടെ പക്ഷത്ത് എന്താണ് പ്രശ്നം എന്നുള്ളത്. അവർ മറ്റുള്ളവരെ കുറ്റം പറയണം. ഇപ്പോൾ ഒരു കഥ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഒരു കുട്ടി കോളേജിൽ പഠിക്കുന്ന സമയത്തുള്ള സ്നേഹബന്ധം അത് കല്യാണത്തിന് ശേഷം തുടരുമ്പോൾ ഭർത്താവിൻ്റെ വീട്ടുകാരെ അത് ചോദ്യം ചെയ്യുമ്പോൾ ഈ പെൺകുട്ടി ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? എനിക്കവരെ സ്നേഹമുണ്ട്, അതൊരു കോളേജ് ബന്ധമാണ്, അതിലിപ്പോൾ എന്താ ഒരു തെറ്റുള്ളത്? അത്
ഞങ്ങളിപ്പോഴും ആ ഫ്രണ്ട്ഷിപ്പ് തുടരുന്നുണ്ട്. പക്ഷേ ഭർത്താവിൻ്റെ വീട്ടുകാർ പറയണത് അത് നിനക്ക് വിവാഹത്തിന് ശേഷം ഇത്ര ഗൗരവമായിട്ട് എടുക്കേണ്ട കാര്യം എന്തുണ്ട്? അപ്പോൾ ഇവിടെയൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധിമുട്ട്, ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഇവിടെ നമുക്ക് സ്വയം തിരിച്ചറിയണം, എൻ്റെ ഏത് തരത്തിലുള്ള പെരുമാറ്റമാണ് മറ്റുള്ളവർക്ക് പ്രശ്നമുണ്ടാക്കുന്നതെന്ന് നമുക്ക് അറിയണം. അതിന് അവനവൻ്റെ മനസ്സിലേക്ക് അവനവൻ ഇറങ്ങിച്ചല്ലാതെ അവനവൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധ്യമല്ല. അപ്പം ആദ്യം നാം അറിയേണ്ടത്, നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്നാൽ മാത്രമേ നമ്മുടെ മനസ്സ് നേരിടുന്ന പല പ്രശ്നങ്ങളെയും തിരിച്ചറിയാനും അതിനെ നമുക്ക് പരിവർത്തനം വരുത്താനും സാധിക്കുകയുള്ളൂ. അപ്പം മനസ്സിനെ മനസ്സിലാക്കി തരാനും മനസ്സിനെ മാറ്റിയെടുക്കാനും സഹായിക്കുന്ന ഉത്തമ മനജീവിത ശാസ്ത്രമാണ്, അല്ലെങ്കിൽ മനപരിവർത്തന ശാസ്ത്രമാണ്, മനഃശാസ്ത്രമല്ലത്, മനപരിവർത്തന ശാസ്ത്രമാണ്, പരിശിക്ഷണ ശാസ്ത്രമാണ്, പരിശീലന ശാസ്ത്രമാണ് ഭഗവത്ഗീത. അപ്പം അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ ഒന്ന് മനസ്സിലാക്കുക, നമ്മൾ ആ മനസ്സിനെ നമ്മളൊന്ന് മാറ്റിയെടുക്കുക. അപ്പം നമുക്ക് ഏത് കാര്യങ്ങളെയും തിരിച്ചറിയാനും മനസ്സിലാക്കി കൊടുക്കാനും എല്ലാം നമുക്ക് സാധിക്കും. അപ്പം അത്തരത്തിലുള്ളൊരു മാനസികാവസ്ഥയെ നമ്മൾക്ക് തന്നെ വ്യക്തമാക്കി തന്നുകൊണ്ട് നമ്മുടെ വ്യക്തിത്വത്തെ മാറ്റിത്തരുന്ന ഭഗവത്ഗീതയോളം ഉത്തമമായ മനഃപരിവർത്തന ശാസ്ത്രം ഭൂമിയിൽ ഏതുണ്ട്? അതുകൊണ്ടാണ് ഗീത പഠിക്കണം, ഗീത മനസ്സിലാക്കണം, ഗീത ഉൾക്കൊള്ളണം, ഗീതയിലൂടെ ജീവിതത്തെ മനസ്സിലാക്കണം എന്ന് ആവർത്തിച്ച് പറയുന്നു. ഇവിടെ നാം എത്തി നിൽക്കുന്നത് ഗീതയിലെ 4-ാം അധ്യായത്തിലെ 12-ാം ശ്ലോകത്തിലാണ്. അത് വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണ്. നമുക്ക് ആ ശ്ലോകത്തിലേക്ക് കടക്കാം. കാംക്ഷന്ത കർമ്മണാം സിദ്ധിം യജന്തൈഹ ദേവതാ ക്ഷിപ്രം ഹി മാനുഷേ ലോകേ സിദ്ധിർഭവതി കർമ്മജാം. കർമ്മണാം സിദ്ധിം കാംക്ഷന്ത. കർമ്മണാം അവരവരുടെ പ്രയത്നത്തിൻ്റെ ഫലത്തെ കാക്ഷിക്കുന്ന ആളുകൾ യജന്തൈഹ ദേവതകൾ യജിക്കുന്നു. മാനുഷേലോകെ ക്ഷിപ്രം സിദ്ധിർഭവതി. മനുഷ്യലോകത്തിൽ പെട്ടെന്ന് സിദ്ധി കൈവരിക്കാൻ സാധിക്കും. അതായത് മനുഷ്യൻ്റെ ജീവിതത്തിൽ മാത്രം ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഏത് കാര്യത്തിലും മനുഷ്യന് പെട്ടെന്ന് തന്നെ ഉയർച്ചയുണ്ടാക്കാൻ പറ്റും. പിന്നെയാണ് നമ്മൾ വളരെ സഗൗരവം പഠിക്കേണ്ടത്. മനുഷ്യ മനസ്സ് നോക്കൂ, നിങ്ങൾ ഏത് അഭ്യുന്നതിയും നേടിത്തരാൻ കഴിവും പ്രാപ്തിയും ശക്തിയും ഉള്ളതാണ് ഏതും വ്യക്തിയുടെ മനസ്സായാലും. മനസ്സെന്ന് പറയുന്നതാണ് നമ്മുടെ ഏറ്റവും വിലപിടിച്ച ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത്. മനസ്സ് വിചാരിച്ചാൽ നമ്മളെ എങ്ങനെ വേണമെങ്കിലും ഉയർത്തിയെടുക്കാം. പക്ഷെ ആ ഉയർച്ച എന്നത് നാം ശരിക്കും തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഉയർച്ചയാവണം. പലപ്പോഴും മനുഷ്യനെ സംബന്ധിച്ച് ഇന്നത്തെ വിദ്യാഭ്യാസവും സമൂഹവും രാഷ്ട്രീയവും യഥാർത്ഥ ഉയർച്ച എന്താണെന്ന് കാണിച്ചു തരാത്തതുകൊണ്ട് നാം എല്ലാം ചാടി വീഴുന്നത് കേവലം ഭൗതിക ഉയർച്ചയിൽ മാത്രമാണ്. ഭൗതികമായ നേട്ടങ്ങൾക്ക് പിന്നിലേക്കാണ് മനുഷ്യൻ ഓടുന്നത്. അതിൽ തന്നെ 2 കൂട്ടരുണ്ട്. പെട്ടെന്ന് സമ്പത്തും സമൃദ്ധിയും കൈവരിക്കാൻ വേണ്ടിയിട്ട്, സമ്പത്തുണ്ടോ അടിപൊളി ജീവിതം, അടിപൊളി ജീവിതമുണ്ടോ ആനന്ദം, ഇതാണ് കരുതിയിരിക്കുന്നത്. ഇപ്പം ദാരിദ്ര്യമാണ് നമ്മളെ പലപ്പോഴും, ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറയണത് അങ്ങേയറ്റത്തെ ദാരിദ്ര്യമല്ല. പലപ്പോഴും സമ്പന്നരെയൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും അവരുടെ ജീവിതമാണ് സന്തോഷവും സുഖവും ഒക്കെ നിറഞ്ഞതെന്ന്. അപ്പം നമ്മളെ എളുപ്പത്തിൽ സ്വാധീനിക്കുന്നത് ഈസി മണി മേക്കിംഗ്, വേഗം പണം ഉണ്ടാക്കുക. അപ്പം പണം പെട്ടെന്നുണ്ടാക്കാൻ നമ്മളെ അങ്ങനെ ഒരു ചിന്ത നിങ്ങളിൽ വന്നാൽ പല ദേവന്മാരും നിങ്ങളടുത്തേക്ക് വരും. അതായത് പല മാർഗങ്ങളും നിങ്ങളടുത്തേക്ക് വരും. അങ്ങനെ പല മാർഗങ്ങളും നമ്മളടുത്തേക്ക് വരുമ്പോൾ
നാം ജീവിതത്തിൽ ശരിക്കു പറഞ്ഞാൽ അല്പമൊരു വിവേകം, അല്ലെങ്കിൽ അത് പോട്ടെ ചെറിയൊരു ദൈവാനുഗ്രഹം ഇല്ല എങ്കിൽ നാം ശ്രേയസ്സിൻ്റെ മാർഗമെന്ന് കരുതുന്നത് പ്രേയസ്സിൻ്റെ അപകടം പിടിച്ച മാർഗമായിരിക്കും. കഠോപനിഷത്ത് എന്ന ഉപനിഷത്തിൽ 5 വയസ്സുള്ള നചികേതസിനോട് യമരാജാവ് പറയുന്നുണ്ട്, ഹേ നചികേതസേ, നിനക്ക് ഈ ജീവിതത്തിൽ നീ ആഗ്രഹിക്കുന്നതെന്തും ഞാൻ തരാം. സ്വർണം വേണോ സ്വർണം, സമ്പത്ത് വേണോ സമ്പത്ത്, സകല ഐശ്വര്യങ്ങളും തരാം. ഇതൊക്കെ നീ വാങ്ങിച്ചോളൂ. നീ ആത്മാവിനെക്കുറിച്ച് മാത്രം ചോദിക്കരുത്. ഇമേ കാമ ദുർലഭാമർത്യലോകേ സർവാൻ കാമാൻ ചന്തത പ്രാർത്ഥയസ്വ. ഞാൻ നിനക്ക് തരുന്ന കാമങ്ങളൊക്കെ, അതായത് സുഖ സമ്പൽ സമൃദ്ധികളൊക്കെ ദുർലഭമാനുഷയിലൊക്കെ, ഈ മനുഷ്യലോകത്തിൽ ദുർലഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം അത്ര എളുപ്പത്തിലൊന്നും ആർക്കും കിട്ടില്ല. ഇതൊരു എളുപ്പ വഴിയാണ്, അല്ലെങ്കിൽ കുറുക്കു വഴിയാണ്. സ്വർണം കള്ളക്കടത്തിലൂടെയും ശരീരത്തിൻ്റെ പല ഭാഗത്തും സ്വർണം വെച്ചുകൊണ്ട്, ഇന്ന് കേരളത്തിലാണെങ്കിൽ മൂലധനക്കാർ വളരെ കൂടുതലാണ്. അങ്ങനെയൊക്കെ സ്വർണം കടത്തിക്കൊണ്ടുവന്ന്, അതുപോലെ തന്നെ കഞ്ചാവ് വിൽപ്പനയിലൂടെ പല തരത്തിലും മദ്യം, മയക്കുമരുന്ന്, സ്ത്രീ, അത് ഇത് എന്ന് പറഞ്ഞുള്ള എളുപ്പത്തിൽ പണമുണ്ടാക്കാനുള്ള മാർഗങ്ങളെ അന്വേഷിച്ച് മനുഷ്യൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത്, പലതിലും സെർച്ച് ചെയ്ത്, അങ്ങനെയുള്ള കൂട്ടുകെട്ടിൽപ്പെട്ട് ഇത്രയും സുഖങ്ങളൊക്കെ മനുഷ്യർക്ക് പെട്ടെന്ന് കിട്ടൽ പ്രയാസമാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ കൊടീശ്വരന്മാരായി തീരുന്ന പുരാവസ്തു വിൽപ്പനക്കാരൊക്കെ കേരളത്തിൽ അങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇത്രയും വിദ്യാഭ്യാസവും ബുദ്ധിയുമുള്ള കേരളീയരെ ഇങ്ങനെ ടിപ്പു സുൽത്താൻ്റെ കിരീടവും അതുപോലുള്ള സാധനങ്ങളും വെച്ച് പറ്റിക്കാൻ എന്താ ഒരു കഴിവ്, എന്തൊരു സാമർഥ്യമാണ് ആളുകൾക്ക്. അതിൽ വീണു പോകുന്നു വിവരവും വിവേകമുള്ള പോലീസുകാരൻ, IPS പോലും. പൊട്ടന്മാർ ചെന്നിരിക്കുന്നു. ടിപ്പു സുൽത്താൻ്റെ ചെയറിലാണ് അത്ര ചെന്നിരുന്നത്. എന്നാൽ ഒന്ന് അന്വേഷിക്കേണ്ടത്, ടിപ്പു സുൽത്താൻ്റെ കാലമായിട്ട് വല്ല ബന്ധമുണ്ടോ? ആ ബുദ്ധിയേ വരുന്നില്ല. അവരും അങ്ങനെ തന്നെ വിശ്വസിച്ച് കാവൽ നിൽക്കുക ടിപ്പു സുൽത്താൻ്റെ ഇതിന്. അപ്പുറത്താണെങ്കിൽ അടുത്ത വീട്ടിലെ ആശാരി പറയണത് ഞാൻ കൊടുത്തതാണത്, ടിപ്പുവിൻ്റെ അല്ല, ഇത് മോഹൻ്റെയാണ്, ഞാനാണ് ഉണ്ടാക്കിയത്, എനിക്ക് പൈസ തന്നില്ല പൊട്ടൻ. എന്നിട്ട് പോലീസുകാരൻ കാവലും നിൽക്കുക, തോക്കും പിടിച്ച് ടിപ്പുവിൻ്റെ ചെയറ് കാത്തു സൂക്ഷിക്കുകയാണ്. ഇത്ര വിവരമുള്ള കേരളമാണോ ഇത്? അത്ഭുതം തോന്നുന്നു. സാക്ഷര കേരളമാണോ രാക്ഷസ കേരളമാണോ എന്ന് എനിക്ക് തോന്നുന്നു. പോലീസുകാർക്ക് ആദ്യം ഒരു ക്ലാസ് എടുക്കേണ്ടിയിരിക്കണു. പുരാവസ്തു ഏതാണ്, പുരാവസ്തു അല്ലാത്ത ഏതാണ്. ഒന്നാമത് അവർ നോക്കുമ്പോൾ ചുറ്റും പുരാവസ്തുവാണ് കാണുന്നത്. കാരണം കേരളം മൊത്തം പ്രായമുള്ളവരേ ഉള്ളൂ. ചെറുപ്പക്കാരൊക്കെ പൂനെയിലും അല്ലെങ്കിൽ ബാംഗ്ലൂരും ജോലിക്ക് അന്വേഷിച്ച് കണ്ടതൊക്കെ പുരാവസ്തു പോലെ തോന്നും. പിന്നെ ടിപ്പു സുൽത്താൻ്റെ ചെയർ കണ്ടത് അവർക്ക് സംശയം തോന്നാത്ത അത്ഭുതമൊന്നുമല്ല. മനസ്സിലായില്ലേ? ഈ തരത്തിൽ മനുഷ്യനെ പറ്റിച്ചുകൊണ്ട് എളുപ്പം പണമുണ്ടാക്കാൻ വേണ്ടി മനുഷ്യൻ സങ്കല്പിച്ചിറങ്ങിയാൽ സാധിക്കും, ഇന്ന് സാധിക്കും. പക്ഷേ മാർഗത്തെ അറിഞ്ഞിരിക്കണം, ചെറുപ്പക്കാർ അറിഞ്ഞിരിക്കണം. നമ്മുടെ ഋഷിവര്യന്മാർ 5000 വർഷം മുമ്പ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്, ശ്രേയശ്ച പ്രേയശ്ച മനുഷ്യമേതത്. ഈ ശ്ലോകം നിങ്ങൾ കഠോപനിഷത്തിൽ നോക്കി പഠിക്കണം. ശ്രേയശ്ച പ്രേയശ്ച മനുഷ്യേത് തൗ സംപരിത്യ വിവിനക്തി ധീരം ശ്രേയോ ഹി ധീരോ അഭിപ്രേയോ വൃണീതേ പ്രേയോ മന്താൻ ലോകക്ഷേമാൽ വൃണീതേ. ശ്രേയശ്ച പ്രേയശ്ച ദ്വൗ മാർഗോ. 2 മാർഗങ്ങളുണ്ട് കുട്ടികളെ. ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ 2 മാർഗങ്ങളുണ്ട്. ഒന്ന് ശ്രേയോ മാർഗം, 2 പ്രേയോ മാർഗം. ശ്രേയ പ്രേയ. ശ്രേയസ് എന്ന് പറയുമ്പോൾ തന്നെ ഉയർച്ചയുടെ, ഉന്നതിയുടെ, ശാശ്വതമായ ഉയർച്ചയുടെ, ശ്രേഷ്ഠതയുടെ മാർഗമാണ്. അർജുനൻ ഗീതയിൽ കൃഷ്ണനോട് അതാ ചോദിച്ചത്. കാർപ്പണ്യദോഷോപഹത സ്വഭാവ പൃച്ഛ്വാമി ത്വാം ധർമ്മ സമൂഢചേത യത് ശ്രേയസ്യാൽ നിശ്ചിതം ബ്രൂഹി തന്മേ
യത് ശ്രേയസ്യാൽ, എൻ്റെ ശ്രേയസ്സിന് വേണ്ടി ഞാൻ പോവേണ്ട മാർഗത്തെക്കുറിച്ച് പറഞ്ഞു തന്നാലും. അപ്പോൾ ഒരു വശത്ത് ശ്രേയസ്സിൻ്റെ മാർഗമാണ്, വേറൊരു വശത്ത് പ്രേയസ്സിൻ്റെ മാർഗമാണ്. ശ്രേയസ്സിൻ്റെ മാർഗം ധീരോ വൃണീതേ, പ്രേയസ്സിൻ്റെ മാർഗം മന്ദോ വൃണീതേ. മന്ദോ വൃണീതേ എന്ന് പറഞ്ഞാൽ കാലിന് മന്ദുള്ളവനല്ല, തലയ്ക്ക് തലമന്ദനായവൻ എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ദുർബലമായ പ്രലോഭനങ്ങളിൽ വീണു പോകുന്നവൻ, പെട്ടെന്ന് പ്രലോഭനങ്ങൾക്ക് അടിമപ്പെടുന്നവർ. അവരുടെ കയ്യിൽ നിന്നാണ് കാശ് നഷ്ടപ്പെടുക, അവരുടെ അവരാണ് വേണ്ടാത്ത ഇടപാടിലൊക്കെ ചെന്ന് വീഴുക. ഈ പെട്ടെന്ന് പ്രലോഭനങ്ങളിൽ വീണു പോകുമ്പോഴുണ്ടല്ലോ, കയ്യിലുള്ളത് പോലും നഷ്ടപ്പെടുന്നത് ഇവരറിയുന്നില്ല. പ്രത്യേകിച്ച് ഈ ഓൺലൈൻ ട്രേഡിങ്ങിലൊക്കെ എത്ര പേരുടെ കാശാ പോയിരിക്കുന്നത് പലരും പറയുന്നില്ല. നിങ്ങൾ നോക്കൂ, ഇപ്പം അടുത്ത കാലത്ത് പുരാവസ്തു, എന്തുകൊണ്ടാണ് ഈ പുരാവസ്തു പറ്റിക്കൽ വന്നത് അറിയോ? അതിനെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. കാരണം ഈ പുരാവസ്തുക്കാരൻ കുറേ പറ്റിച്ചിരിക്കുന്നത് അത് വേറൊരു തരം കള്ളയിടപാടുള്ളവരെയാണ്. അവരുടെ കയ്യിലും കുറേ കള്ളപ്പണമുണ്ട്. ഈ കള്ളപ്പണമാണ് ഇതിന് മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കള്ളപ്പണം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ആർക്കും അത് തുറന്നു പറയാനുള്ള ധൈര്യമില്ല. കാരണം ഈ കള്ളപ്പണം വന്നവൻ അകത്താവും. അപ്പോൾ ഈ പുരാവസ്തുക്കാരൻ അങ്ങനെയാണ് രക്ഷപ്പെടുന്നത്. ഇപ്പം ഈ കള്ളപ്പണക്കാരൻ എപ്പോഴും കള്ള ഇടപാടുകാരുമായിട്ട് കൂട്ടുകൂടുമ്പോൾ, കള്ള ഇടപാടുകാരൻ പെട്ടാലും കള്ളപ്പണം കൊടുത്തവൻ മിണ്ടില്ലേ ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന്. അതുകൊണ്ട് കള്ള ഇടപാട് നടത്തുന്നവൻ രക്ഷപ്പെടും. കാരണം അവനെതിരെ കേസ് ഉണ്ടാവില്ല. കേസ് കൊടുക്കാൻ ആരും തയ്യാറാവില്ല. കാരണം ഇവന് എവിടുന്ന് കാശ് കിട്ടി എന്നുള്ള ചോദ്യം വരും. അപ്പം അതുകൊണ്ട് ഇവരൊക്കെ രക്ഷപ്പെടും. അപ്പം നാം മനസ്സിലാക്കണം, ചെറുപ്പക്കാർ ചിലർ സത്യസന്ധമായ പണം കൊണ്ടുപോയി ഇതിലൊക്കെ ഇടും. എത്ര പേരാ മാഞ്ചിയത്തിൽ കൊണ്ടുപോയിട്ടിരിക്കുന്നത്, എത്ര പേരാണ് ആടിൻ്റെ പിന്നാലെ പോയിരിക്കുന്നത്. പോത്തുകളെ ആടിൻ്റെ പിന്നാലെ പോവുള്ളൂ എന്ന് വെച്ചാൽ പോത്ത് ബുദ്ധി വേണമെന്നറിയാം. ആടുണ്ട് അത്രേ കർണാടകയിൽ 50,000 ആട്, ഒരാട് പോലും അവിടെ ഇല്ല എന്നുള്ള സത്യം. എന്നിട്ട് ഇവിടെ പൈസ കൊടുക്കുകയാണ്. മാസം 10 ആടിന് കാശ് കൊടുത്തു കഴിഞ്ഞാൽ 5 വർഷം കഴിയുമ്പം 5000 ആട് ഇയാളുടെയാവും അത്രേ. അവസാനം 5 വർഷം കഴിഞ്ഞപ്പോൾ എന്താ കാണുന്നത്? ഇയാളോട് പറയാണ് വീടിൻ്റെ ചുറ്റും നോക്കാൻ 5000 ആടിനെ കാണാമെന്ന്. കണ്ടവൻ്റെ ആടേ ഇത്ര എണ്ണത്തിനെയാണ് പറ്റിച്ചിരിക്കുന്നത്. ആടും മാഞ്ചിയവും ആ ചെയിനും ഈ ചെയിനും പലതരം തട്ടിപ്പുകളിൽ മനുഷ്യൻ പെട്ടുപോയി. കാരണം പെട്ടെന്ന് പ്രലോഭനങ്ങളിൽ വീണു പോവുക. താഴെ പൈസ വീണ് കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പം കുനിഞ്ഞതെടുക്കാൻ നോക്കുമ്പം ആ സമയത്ത് അറിയുന്നില്ല കഴുത്തിലെ മാല പൊട്ടിക്കാൻ പുറകിലൊരുത്ത് നിൽക്കുന്നതെന്ന്. അതാണ് ലോകം. ഈ മനുഷ്യൻ്റെ പ്രലോഭനത്തിൻ്റെ ഒരു കഥ പറയുകയാണെങ്കിൽ, ഒരാൾ ബസ്സിൽ യാത്ര ചെയ്യാണ്. അപ്പോൾ അയാളിങ്ങനെ താഴോട്ട് അവിചാരിതമായി നോക്കുമ്പോൾ 500 നോട്ട്. അപ്പോൾ അയാൾ പതുക്കെ ആ 500 നോട്ട് എടുത്തപ്പം അതിൽ 2 നോട്ടുണ്ട്. കാലുകൊണ്ടാണ് എടുക്കുന്നത്. അപ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾ പറഞ്ഞു, ഞാൻ കണ്ടക്ടറോട് പറയുന്നു. അപ്പോൾ ഇവൻ പറയേണ്ട 50-50 ആക്കാം, 2 നോട്ടുണ്ടല്ലോ. അവരൊരു 500 കൊടുത്തു. അങ്ങനെ 2 പേര് 500 പോക്കറ്റിലിട്ട് ഈ പണം കിട്ടിയ ആൾ അടുത്ത സ്റ്റോപ്പിൽ തന്നെ ഇറങ്ങി. കാരണം ഇനിയിപ്പോൾ വല്ലവരും കണ്ടുപിടിച്ചിട്ട് ബഹളം ഉണ്ടാക്കണതിന് മുമ്പ് സ്ഥലം വിട്ടേക്കാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ട് അവൻ്റെ കാര്യം പറയുകയാണ്. അവൻ്റെ പോക്കറ്റിൽ ഈ പൈസ ഇട്ടതൊന്ന് എടുത്ത് നോക്കുകയാണ്. നോക്കുമ്പോഴാണ് അവൻ്റെ ചങ്ക് പൊട്ടിപ്പോയത്. കാരണം അവൻ രാവിലെ തന്നെ പോക്കറ്റിൽ 2000 രൂപ ഇട്ടിരുന്നു. ഈ 2000-ൽ അവൻ്റെ 1000-ആണ്, 500-ആണ് താഴെ വീണിരിക്കുന്നത്. സ്വന്തം പൈസ താഴെ വീണതറിയാതെ അത് കണ്ടവൻ്റെ പൈസയാണെന്ന് വിചാരിച്ചിട്ട് ഫ്രീ കിട്ടുന്നതാണെന്ന് വിചാരിച്ച് കളരെ പോലെ എടുത്ത് 500 രൂപ കൊടുക്കേണ്ടി വന്നു. അവനവൻ്റെ പൈസയാണ് പോകുന്നത് പോലും അറിയില്ല. ഇതാണ് മനുഷ്യൻ്റെ തട്ടിപ്പ്. അല്ലെങ്കിൽ അവൻ്റെ ബുദ്ധി എന്താ പറയുക, വികട ബുദ്ധി എന്നൊക്കെ പറയില്ലേ. അതുകൊണ്ട് ഈ പ്രലോഭനങ്ങളുടെ ലോകം നമ്മുടെ മുന്നിൽ അങ്ങനെ മാടി വിളിക്കുമ്പോൾ പറയണം, ശ്രേയോ ഹി മാർഗോ ധീരോ വൃണീതേ. ശ്രേയസ്സിൻ്റെ മാർഗമുണ്ട്. അതെന്താണ് ഈ ശ്രേയോ മാർഗം പ്രയോ മാർഗം തിരിച്ചറിയണം. ഒരു വിഭാഗം ജനങ്ങൾ കരുതുന്നത് സൗകര്യങ്ങളൊക്കെ കൂടുന്തോറും സന്തോഷവും സുഖവുമുള്ള ജീവിതം കൂടുന്നതാണ്.
യുവാക്കളും യുവതികളും ശ്രദ്ധിക്കുക. ഒരു വശത്ത് നമുക്ക് സൗകര്യങ്ങൾ കൂടിയാലും നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്, ജീവിതത്തിൽ സന്തോഷവും സുഖവും അതുകൊണ്ട് വർദ്ധിക്കുന്നു. ഒരു പരിധി വരെ സന്തോഷവും സുഖവും വർദ്ധിക്കും. ഒരു കംഫർട്ട് നമുക്കൊരു സുഖം തരും. പക്ഷെ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക, കംഫർട്ടുകളിൽ ജീവിക്കും തോറും ഡിസ്കംഫർട്ടുകളെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെടും. ഏറ്റവും സുഖം അനുഭവിക്കുന്നവനാരാണ് ഈ ലോകത്തിൽ നിന്നറിയോ? സുഖം ആർക്കാണ്? യഥാർത്ഥ സുഖം ആർക്കാണ്? യഥാർത്ഥ സുഖം എന്ന് പറയുന്നത് മാനസികമായിട്ട് ഏതൊരാൾക്കാണോ വരുന്നതിനെ ഉൾക്കൊള്ളാനും ഏത് പ്രശ്നങ്ങളിലും ഒരു അസ്വസ്ഥതയില്ലാത്ത മനസ്സിനെ നിലനിർത്താൻ സാധിക്കുന്നത്, അവരാണ് സുഖം അനുഭവിക്കുന്നത്. കൃഷ്ണൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സുഖദുഃഖേ സമേ കൃത്വാ ലാഭാലാഭോ ജയാജയോ തതോ യുദ്ധ്വായ യുജ്യസ്വ നൈവം പാപമവാപ്സ്യസി. എന്തു വന്നാലും ഒരു അസ്വസ്ഥതയില്ലാത്ത മനസ്സുകൊണ്ട് അതിനെ ഉൾക്കൊള്ളാനുള്ള കഴിവ്. കാരണം സുഖം മാനസികാവസ്ഥയാണ്. സുഖം മനസ്സുമായി ബന്ധപ്പെട്ടതാണ്. മനസ്സിൻ്റെ അവസ്ഥയ്ക്കനുസരിച്ചാണ് സുഖം. അത് മനസ്സിലാക്കൂ എപ്പോഴും. മനസ്സ് ചഞ്ചലമാണോ, സുഖങ്ങൾ പോലും ദുഃഖങ്ങളാണ്. സുഖം പോലും വേദനയും വിഷവുമാണ്. ഇന്ന് നമ്മുടെ വീടുകൾ അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണങ്ങളാണ്. സൗകര്യങ്ങളുണ്ട്, പല വിധത്തിലുള്ള ആർഭാടമായി ജീവിക്കാനുള്ള എല്ലാവിധ ഫെസിലിറ്റീസുമുണ്ട്. എന്നിട്ടും മാനസികമായി പരസ്പരം ഐക്യവും ഒത്തൊരുമയും സമാധാനവും ഇല്ല. മാനസികമായി പലരും നല്ല അവസ്ഥയിലല്ല. മനസ്സിന്ന് വളരെ ടെൻഷനും സ്ട്രെസ്സും ആകെ ഡിപ്രഷനും ഫ്രസ്ട്രേഷനും എല്ലാ നെഗറ്റിവിറ്റിയും നിറഞ്ഞിരിക്കുകയാണ്. കുതസുഖം അശാന്തസ്യ കുതസുഖം. അശാന്ത മനസ്സുള്ളവൻ എവിടെയാണ് സുഖം? അപ്പം മാനസികമായി നാം ഒരു സമചിത്തതയിലേക്ക് വരണം. ഈ സമചിത്തത നേടിയെടുക്കാനാണ് നമ്മൾ ഗീത പഠിക്കുന്നതും ചില അനുഷ്ഠാനങ്ങളും അതുപോലെ തന്നെ ഉപാസനകളൊക്കെ അനുഷ്ഠിക്കുന്നത്. ഇപ്പം നിരന്തരമായ ആത്മീയ സാധനാനുഷ്ഠാനങ്ങളിലൂടെ ആരുടെ മനസ്സാണോ അല്പമെങ്കിലും സമചിത്തമാകുന്ന സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യത്രായതേ മഹതോ ഭയാൽ, അല്പമെങ്കിലും നമുക്കൊരു സമചിത്തതയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത് അവർക്ക് ഏത് പ്രതിസന്ധികളിലും വലിയ അസ്വസ്ഥത ഉണ്ടാവില്ല. നമ്മളത് ശീലിച്ചെടുക്കണം. ഈ ലോകത്തിൽ നമ്മൾ അസ്വസ്ഥരാവേണ്ട കാര്യം എന്തുണ്ട്? എല്ലാം നമുക്കൊരു സ്വസ്ഥതയോടുകൂടി കാണാൻ, സ്വസ്ഥ മനസ്സോടുകൂടിയിട്ട് സ്വീകരിക്കാൻ സാധിക്കുന്നൊരു മാനസികാവസ്ഥ വികസിപ്പിച്ചെടുത്താൽ ശാന്ത മനസ്സിന് സുഖമേ ഉള്ളൂ. ശാന്ത മനസ്സിന് സുഖമേ ഉള്ളൂ. അശാന്ത മനസ്സിനെവിടെയാണ് സുഖം? ശാന്ത മനസ്സിനാണ് സുഖം. വലിയ സൗഭാഗ്യങ്ങളുള്ള വീട്ടിൽ രാത്രി ഒറ്റയ്ക്ക് ഉറക്കമില്ലാതെ കിടക്കുന്നതും, ഒരു റോഡ് സൈഡിലുള്ള കടയുടെ തിണ്ണയിൽ പല വാഹനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രം പുറം ശബ്ദം ഉണ്ടാക്കുമ്പോഴും സ്വസ്ഥമായി കിടന്നുറങ്ങുന്നവൻ്റെ മാനസികാവസ്ഥ നോക്കൂ നിങ്ങൾ. ഒരുപക്ഷെ നമ്മുടെ കണക്കുകൂട്ടിൽ കോടീശ്വരനായിരിക്കുന്ന ഒരാളായിരിക്കും സുഖമായിട്ട് ഉറങ്ങുന്നവ. പക്ഷെ അയാൾക്ക് ആലോചനയാണ്, വല്ലവരും വരുമോ, ഈ വീട് കുത്തിപ്പൊളിക്കുമോ, കള്ളൻ കയറുമോ, തലയ്ക്കടി കിട്ടുമോ, അവർക്ക് വാച്ച്മാൻ വേണം, അവർക്ക് എവിടെയെങ്കിലും ശബ്ദം കേട്ടാൽ പേടിയാണ്. എന്നാൽ ശബ്ദ കോലാഹലങ്ങൾക്കിടയിൽ സ്വസ്ഥമായി കൂർക്കം വലിച്ച് കിടന്നുറങ്ങുന്നവൻ്റെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതും മനസ്സാണ്, ഇതും മനസ്സ് തന്നെയാണ്. അപ്പോൾ ഈ കോടീശ്വരൻ്റെ മനസ്സ് ഭയത്തിലും അസ്വസ്ഥതയിലും ഇരുന്നപ്പോൾ ഉറക്കം നഷ്ടപ്പെട്ടു. മറ്റവനും പിന്നെ ഒന്നും ആലോചിക്കാനില്ല. അവൻ ആ കട അടച്ചു കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ആ ചാക്കങ്ങോട്ട് വിരിച്ച് ഒരു ചാക്ക് തലയ്ക്കും വെച്ചൊരു കൂർക്കങ്ങോട്ട് വലിച്ചങ്ങോട്ട് കിടന്നു കഴിഞ്ഞു. ഞാനിത് നിങ്ങളോട് വെറുതെ പറയല്ല. ഗുരുവായൂർ അമ്പലത്തിൽ എത്ര ഭക്തന്മാർ വരും. ഞാൻ അവിടെ പണ്ട് സപ്താഹം നടത്തുന്ന സമയത്ത് കണ്ട കാഴ്ചയാണ്.
അവിടെ വലിയ റൂമൊക്കെ എടുത്ത് AC റൂമെടുത്ത്. ഗുരുവായൂരിലാണെങ്കിലോ ഗുരുവായൂരപ്പൻ പ്രത്യേകം ക്ഷണിച്ചെത്തിയ കുറേ കൊതുകുകളുണ്ട്. എങ്ങനെയെങ്കിലും അത് റൂമിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അതും ഓരോ കൊതുകിനെ കണ്ടാൽ നമുക്ക് തിരിച്ചറിയില്ല ഇത് കാക്കയാണോ അതോ കൊതുകാണോ എന്ന്. അത്ര വലുത്. ഒരുപക്ഷെ കൊതുകിനെ ഉള്ള റൂമിൽ ഞങ്ങളൊക്കെ ഒരു തമാശ പറയും, രാത്രി കിടക്കണ സമയത്ത് കട്ടിൽ പിടിച്ച് കിടക്കണമെന്ന്. കാരണം കൊതുക് പൊക്കിക്കൊണ്ടുപോകുമെന്ന് അറിയില്ല, അത്ര കഴിവുള്ള കൊതുക്, ശക്തിയുള്ള കൊതുക്. എന്നാൽ ഈ റൂമിലിരുന്നിട്ട് രാത്രി മുഴുവൻ, ഇന്നലെ ഉറങ്ങിയോ റൂമിലെന്ന് ചോദിച്ചു നോക്കൂ നിങ്ങൾ. ഇല്ല, ഇന്നലെ കച്ചേരി കാണാൻ പോയിരുന്നു. നമ്മൾ വിചാരിക്കും ഓഡിറ്റോറിയത്തിൽ കച്ചേരിക്ക് പോയതാണെന്ന്. അല്ല, വീട്ടിലിരുന്ന് റൂമിലിരുന്നിട്ട് തന്നെ കച്ചേരി. കൊതുക് പാടി ഇവർ താളം. ഇതാണ് അവരുടെ കച്ചേരി. എന്നാൽ ഇത്രയൊക്കെ എന്താ പറയുക കൊതുകുള്ള ഈ ഗുരുവായൂരിൽ ആ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ രാത്രിയത്തെ പ്രോഗ്രാം അങ്ങോട്ട് കഴിയാൻ കാത്തിരിക്കുകയാണ് കുറേ എണ്ണം. അങ്ങോട്ട് വലിഞ്ഞൊരൊറ്റ കിടത്താണ്. ആ കിടത്തത്തിൽ അങ്ങോട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ കൊതുക് പോലും അവരുടെ അടുത്തേക്ക് പോവില്ല. കാരണം അമ്മാതിരി വലിവായിരിക്കും ഇവരുടെ വലി. എന്ത് സുഖമായിട്ട് ഉറക്കം. എന്നിട്ട് ഭക്തന്മാർ രാവിലെ വാകച്ചാർത്ത് തൊഴാൻ വരും. ഈ ഉറങ്ങുന്നവരെ കണ്ടിട്ട് നാരായണ നാരായണ നാരായണ. എനിക്കിത് ഉറങ്ങാൻ പറ്റില്ലേ. ഇന്നലെ 2000-3000 രൂപയുടെ റൂം എടുത്തിട്ട് അവിടെ ഇരുന്നിട്ട് സംഗീത കച്ചേരി കഴിഞ്ഞിട്ട് വരിക. ഇവിടെ ഒരു 2000-3000 ചിലവായിട്ടുമില്ല. സുഖസുന്ദരമായിട്ട് അങ്ങനെ കിടന്നുറങ്ങണം. ആ ഉറക്കത്തിൽ അങ്ങനെ അവർ രമിച്ചിരിക്കുകയാണ്. പറയൂ നിങ്ങൾ, മനസ്സിലല്ലേ ഇതെല്ലാം? ആ മനസ്സിനെ റെഡിയാക്കാതെ എന്ത് സുഖമാണ് നമ്മൾ അനുഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ വിഷയം കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇത് കൂടുതൽ മനസ്സിലാക്കാം. എന്താണ് ശ്രേയോമാർഗം, എന്താണ് പ്രയോമാർഗം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, പ്രണാമം. ഹരി ഓം. ധർമ്മത്തിലൂന്നിയ വേദവ്യാസ കവിത